ഇന്നത്തെ ആ പ്രിൻസിപ്പലിന്റെ ചിരി മനസ്സിൽ നിന്ന് മായുന്നില്ല. ചിരിച്ചുകൊണ്ട് അവർ പ്രതികരിക്കുകയാണ്. അവർ ചോദ്യങ്ങൾ എടുക്കുന്നില്ല, ചോദ്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഞങ്ങൾ ഭാരതീയ പാരമ്പര്യമാണ് ഈ സ്കൂൾ തുടരുന്നതെന്ന് പറയുന്നു. എന്താണ് ആ ഭാരതീയ പാരമ്പര്യം? എന്നും നമ്മൾ രാജ്യത്തെ പ്രതിജ്ഞ ചൊല്ലുന്നുണ്ടല്ലോ സ്കൂളിൽ. ആ പ്രതിജ്ഞ എന്താണ്? ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്സ് റിച്ച് ആൻഡ് വാരിഡ് ഹെറിറ്റേജ് എന്നാണ്. അപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ബഹുസ്വരത എന്നതിനെ മാനിക്കാതെ ഈ പ്രതിജ്ഞാവാചകം എല്ലാ ദിവസവും സ്കൂളിൽ ചൊല്ലുന്നു. അത് എത്രത്തോളം ആ കന്യാസ്ത്രീ അല്ലെങ്കിൽ ഈ എതിർക്കുന്ന സ്കൂളും മാനേജ്മെന്റും എത്രത്തോളം അത് സ്വാംശീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും മാതൃകാപരമായ പ്രതികരണം ഇവിടെ നടത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നൽകിയിരിക്കുന്ന ആ ചിത്രവും, വിദ്യാഭ്യാസ മന്ത്രി തട്ടമിട്ട ഒരു പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്ന ആ ചിത്രം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇക്കാലത്ത്, ഈ സമയത്ത് അത് ഉറച്ചു പറയുന്നു. അതിലൊരു കടുകിട വ്യത്യാസം അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളത് അഭിനന്ദനീയമാണ്. അത് അദ്ദേഹത്തിന്റെ മാത്രം നിലപാട്, അത്രയും കർക്കശമായ നിലപാട് അദ്ദേഹത്തിന്റെ മാത്രം നിലപാടായിട്ടാണ് കാണുന്നത്. ഒരു പൊതുവായ സമീപനമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. ആ നിലപാട് അവിടെ എടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തട്ടം എന്ന് പറയുന്നില്ല എങ്കിലും ഒരു ശിരോവസ്ത്രം അണിഞ്ഞ ഒരു വ്യക്തിയാണ് മറ്റൊരാളുടെ ശിരോവസ്ത്രത്തെ എതിർക്കുന്നത്. അപ്പോൾ ആ ശിരോവസ്ത്രം ഞങ്ങളുടെ യൂണിഫോമിന്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ശിരോവസ്ത്രം മറ്റേയാളുടെ ശിരോവസ്ത്രത്തെക്കാൾ മേൽ